മരണസംഖ്യ അങ്ങനെ ക്രമാതീതമായി ഉയരുന്ന ആശങ്കയാണ് ഇപ്പോൾ അഹമ്മദാബാദ് ദുരന്തത്തിൽ ഉണ്ടായിരിക്കുന്നത്. 294 മരണങ്ങളാണ് ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ചികിത്സയിലുള്ള ആളുകളുടെയൊക്കെ തന്നെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുമ്പോൾ നിരവധി ആളുകൾ ഗുരുതരാവസ്ഥയിലുണ്ട്. അപ്പോൾ മരണസംഖ്യ 300 പിന്നിടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ ഒരു ദുരന്തമായി രാജ്യം കണ്ട രണ്ടാമത്തെ ദുരന്തമായി ഇത് മാറുകയാണ്. പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ആശുപത്രിയിലേക്ക് എത്തി, ദുരന്തം നടന്ന സ്ഥലത്തേക്ക് എത്തി, അവിടേക്ക് സ്ഥിതിഗതികൾ വിലയിരുത്തി. അവിടെ ഗവർണറുടെ വസതിയിൽ കൂടിക്കാഴ്ചകൾ നടന്നു, ഉന്നതതല യോഗം നടന്നു. DGCയുടെ പ്രധാനപ്പെട്ട ആളുകൾ, വ്യോമയാന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രിയോട് വിലയിരുത്തുകയും അറിയിക്കുകയും ചെയ്തു. വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് പോകും. അങ്ങനെ വിവിധ ഏജൻസികളൊക്കെ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഔദ്യോഗികമായ ഒരു കണക്കും ഇപ്പോഴും സർക്കാർ പുറത്തേക്ക് വിട്ടിട്ടില്ല. കേന്ദ്ര സംവിധാനങ്ങൾ, വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഒന്നും എന്താണ് മരണത്തിന്റെ കാരണത്തിലേക്ക് വഴിവെച്ചത്, അല്ലെങ്കിൽ മരണസംഖ്യ എത്രയാണ് തുടങ്ങിയ വിവരങ്ങൾ ഒന്നും നൽകിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അനൂപ്, മരണസംഖ്യ ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ DVR അല്പസമയം മുമ്പ് ലഭ്യമായതായി നമുക്ക് വിവരം കിട്ടിയിരുന്നു. ബ്ലാക്ക് ബോക്സ് 1 കിട്ടി എന്ന് പറയപ്പെടുന്നു. അതിന്റെ സ്ഥിരീകരണം വന്നുവോ? രണ്ടാമതിന് വേണ്ടിയുള്ള ഒരു തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നറിയുന്നു. ഇനിയിപ്പോൾ മറ്റൊരു കാര്യം, മരണവുമായി ബന്ധപ്പെട്ട് DNA പരിശോധന പൂർത്തിയാക്കി ശേഷിക്കുന്ന സംഭവവികാസങ്ങളൊക്കെ തന്നെ അവരുടെ ബന്ധുക്കൾക്ക് നൽകി അവരെ നാട്ടിലേക്ക് അയക്കുന്ന ക്രമീകരണങ്ങൾ കൂടി തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താണ് അവസ്ഥ? എത്രത്തോളം ആളുകൾ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ കഴിയുന്നുണ്ട്? അനൂപ് ദാസ്. ഈ മെഡിക്കൽ കോളേജിലുള്ള ഏതാണ്ട് 30ഓളം വിദ്യാർത്ഥികൾ കുറച്ചധികം സാരമുള്ള പരിക്കുകളുമായി ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. മെഡിക്കൽ കോളേജിൽ പഠിക്കുകയായിരുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല, നാട്ടുകാരിൽ കുറേ പേരും മരണപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഔദ്യോഗികമായ കണക്ക് സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്ര ആളുകളാണ് മരിച്ചത് എന്നത് സംബന്ധിച്ച ഒരു ആകെ കണക്ക് നമുക്കിപ്പോൾ പറയാൻ പ്രയാസമുണ്ട്. 241 പേർ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരും ജീവനക്കാരുമായിട്ടുള്ള ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നാട്ടുകാരും വിദ്യാർത്ഥികളും ഒക്കെയായി ഏതാണ്ട് 300-നടുത്ത് ആളുകൾ മരണപ്പെട്ടുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും അധികമായേക്കാം എന്ന് അവർ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രധാനമായും ഈ അപകടം നടന്ന മേഖലയിൽ ഒരു തിരച്ചിൽ നടക്കുന്നത് ബ്ലാക്ക് ബോക്സിന് വേണ്ടിയിട്ടാണ്. അത് കണ്ടെത്തിയിട്ടില്ല. ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം അക്കാര്യത്തിൽ വന്നിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദമായ ഒരു അവലോകന യോഗം അവിടെ ചേർന്നിരുന്നു. അത് ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുകയും ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ അവലോകന യോഗം, അതിൻ്റെ കൂടെ തന്നെ ഈ വിജയ് രൂപാണിയുടെ വീട്ടിലേക്ക് പ്രധാനമന്ത്രി DVR കണ്ടെത്തുമ്പോൾ അവിടെ നടന്ന ആശയവിനിമയങ്ങൾ, അവസാനമായി ATCയിലേക്ക് പ്രധാന പൈലറ്റ് വിളിക്കുന്നത്, അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ, അകത്ത് നടന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ തന്നെ വ്യക്തമായ ദൃശ്യവൽക്കരണം അത് അന്വേഷണത്തെ കൂടുതൽ സാധ്യമാക്കുന്ന തരത്തിലേക്ക് വഴി തുറക്കും, അല്ലേ? അതെ, അന്വേഷണത്തിന് കൂടുതൽ സഹായിക്കുന്ന കാര്യമാണ് DVR കണ്ടെത്തിയത്. അതായത് വിമാനത്തിനകത്തുള്ള വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്നെ അതിൽ ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്ന കാര്യം. അതിനപ്പുറത്തേക്ക് അത് ഈ ആകെ വിമാനം ഉയർന്നു പൊങ്ങി ഏതാണ്ട് 39 സെക്കൻഡ് മാത്രമേ ആകാശത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് പൊട്ടിത്തകർന്ന് പോയിരുന്നു. ആ ഒരു 39 സെക്കൻഡിൽ വിമാനത്തിനകത്ത് എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിനപ്പുറത്തേക്ക് എന്ത് സാങ്കേതിക പ്രശ്നമാണ് സംഭവിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുക എന്നത് വിശദമായ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടേ സാധിക്കുകയുള്ളൂ. ഒരു അന്താരാഷ്ട്ര പ്രോട്ടോകോൾ അനുസരിച്ച് അപകടം നടന്ന് 30 ദിവസത്തിനുള്ളിൽ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് അന്വേഷണ സംഘം സമർപ്പിക്കണം. അത് കഴിഞ്ഞ് 1-2 വർഷം കഴിയും യഥാർത്ഥത്തിൽ സമ്പൂർണ്ണമായ സമഗ്രമായി പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴത്തേക്ക്. എന്തായാലും ഈ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് ലഭിക്കുമ്പോൾ തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ഇനിയും സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ എന്തൊക്കെ ഇടപെടൽ നടത്തണമെന്നുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ DVR ലഭ്യമായിരിക്കുന്നത് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറാണ്. അതായത് ഈ അപകടത്തിന് തൊട്ട് മുൻപ് നമ്മൾ ഈ ടേക്ക് ഓഫ് ചെയ്ത് അതിൻ്റെ നടപടികളിലേക്ക് വിമാനം നീങ്ങി തുടങ്ങിയ സമയം തൊട്ട്, അല്ലെങ്കിൽ പിന്നീട് ടേക്ക് ഓഫിന് അനുമതി ലഭിച്ച സമയം തൊട്ട് പിന്നീട് ടേക്ക് ഓഫ് ചെയ്യാൻ എടുത്ത, അല്ലെങ്കിൽ അപകടത്തിനും ടേക്ക് ഓഫിനും ഇടയിലുള്ള 30 സെക്കൻഡ്, ആ 30 സെക്കൻഡിൽ എന്തൊക്കെ സംഭവിച്ചു, ആശയവിനിമയങ്ങൾ, അകത്ത് ഈ പൈലറ്റും കോ പൈലറ്റും തമ്മിലുള്ള ആശയവിനിമയങ്ങൾ, കോക്പിറ്റിലെ ദൃശ്യങ്ങൾ, അപ്പോൾ വിമാനം എങ്ങനെയാണത് കത്തിപ്പടർന്നത് എന്നൊക്കെയുള്ള ദൃശ്യങ്ങൾ, ആ ഡേറ്റാസാണ്. ഇനി കോക്പിറ്റ്, ഇനി ബ്ലാക്ക് ബോക്സ്, അത് ഫസ്റ്റ് സെക്കൻഡ്, അത് രണ്ടും കണ്ടെത്തി കഴിയുമ്പോൾ കൂടി അതിൽ ചില കാര്യങ്ങൾക്ക് വ്യക്തത വരും. പക്ഷേ ഈ സാങ്കേതിക തകരാറ് സംബന്ധിച്ച് എന്താണ്
സംഭവിച്ചത് എന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് വ്യക്തമായ അന്വേഷണം, അത് വിവിധ ഏജൻസികളായിരിക്കും അന്വേഷിക്കുക. സാങ്കേതികമായിട്ടും അല്ലാതെയൊക്കെ തന്നെ ഒരുപാട് ഏജൻസികൾ, ഇപ്പോൾ വിദേശ ഏജൻസികൾ കൂടി അന്വേഷണത്തിൻ്റെ ഭാഗമാവുകയാണ്. UK യിൽ നിന്നും US നിന്നുള്ള സംഘം തിരിച്ചിട്ടുണ്ട്. അവർ ഇന്ത്യയിലേക്ക് എത്തി ആശയവിനിമയം നടത്തും. അപ്പോൾ വിമാന കമ്പനി ഈ അന്വേഷണവുമായി സഹകരിക്കുകയാണ്. UK പൗരന്മാർ 53 പേർ മരണപ്പെട്ട ഒരു ദുരന്തമാണ്. അവരുടെ കൂടി സഹായവും അവരുടെ കൂടി അന്വേഷണ രീതികളും കൂടി അവലംബിക്കപ്പെടുകയാണ്. പക്ഷേ നേരത്തെ അനൂപ് പറഞ്ഞതുപോലെ എത്ര നാൾ ഇതിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ എടുക്കുമെന്നുള്ളതാണ്. സാധാരണഗതിയിൽ എത്രയോ വലിയ ദുരന്തങ്ങൾ ഇന്ത്യയിൽ സംഭവിച്ചതിന് ശേഷം ഓരോ കാലത്തും ഓരോ അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് വർഷങ്ങൾ എടുത്തിട്ടുണ്ട്, 1-2 വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചില അന്വേഷണങ്ങളൊക്കെ തന്നെ അതിൽ കണ്ടെത്തിയ വിവരങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഗൗരവത്തോടു കൂടിയ രാജ്യം കണ്ട ഏറ്റവും വലിയ 2ാമത്തെ ദുരന്തത്തിൽ അന്വേഷണം ദ്രുതഗതിയിൽ ഉണ്ടാകേണ്ടതാണ്. മാത്രവുമല്ല, ഇപ്പോഴും ഉണ്ടാകുന്ന വിമർശനം, ഇതുവരെയും ഈ ദുരന്തം നടന്ന് 24 മണിക്കൂർ പിന്നിടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും ഈ മരണത്തിൽ എത്ര പേർ ഉൾപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെയാണ് ദുരന്തത്തിന് ഇരയായത്, എന്താണ് സംഭവിച്ചത് എന്ന് ഔദ്യോഗിക ഹാൻഡിലുകളിൽ നിന്നും ഔദ്യോഗിക സംവിധാനങ്ങളിൽ നിന്നും ഒരു ഉത്തരവും ലഭ്യമല്ല എന്നുള്ളതും അമ്പരപ്പിക്കുന്നതാണ്.